Today we are going to discuss about the mean, correlation and covariance functions of a random process. നമ്മൾ ഒരു റാൻഡം പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നെക്സ്റ്റ് ഔട്ട്കം ഏതാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ആ കേസുകളിൽ നമ്മൾ ആവറേജ് ബിഹേവിയേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആ പ്രോസസ്സിനെ അനലൈസ് ചെയ്യുന്നത്. ആവറേജ് ബിഹേവിയേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ മീൻ, കോറിലേഷൻ ആൻഡ് കോവേരിയൻസ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ നമ്മൾ ഈ മീൻ, കോറിലേഷൻ ആൻഡ് കോവേരിയൻസ് ഫങ്ഷൻസിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ കൺസിഡർ എ സ്ട്രിക്ട്ലി സ്റ്റേഷനറി റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി. The mean of the process x of t is the expectation of the random variable obtained by observing the process at some time t and is given by mu x of t is equal to expectation of x of t, and that is equal to integral minus infinity to plus infinity x small fxt of x dx, where this small fxt of x dx is the first order probability density function of the process. മീൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. റാൻഡം വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു റാൻഡം പ്രോസസ്സിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ റാൻഡം പ്രോസസ്സിനെ ടി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ റാൻഡം വേരിയബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ആ റാൻഡം വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ റാൻഡം വേരിയബിൾ മതി. സോ ഈ ഒരു റാൻഡം പ്രോസസ്സിനെ ഒരു സിംഗിൾ ടൈമിൽ ഒബ്സർവ് ചെയ്തിട്ട് ഒരു സിംഗിൾ റാൻഡം വേരിയബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. ആ റാൻഡം വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മീനിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വേണം. സോ നമ്മൾ ഈ റാൻഡം പ്രോസസ്സിനെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒബ്സർവ് ചെയ്തിട്ട് ഒരു റാൻഡം വേരിയബിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ആ റാൻഡം വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു സിംഗിൾ റാൻഡം വേരിയബിൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഓർഡർ പ്രോബബിലിറ്റി density function of the process. Then for a strictly stationary random process, f(x of t) of x is independent of time t. Hence the mean of a strictly stationary random process is a constant and given by mu x of t is equal to mu x for all time t. ഓക്കെ, ഒരു സ്ട്രിക്ട്ലി സ്റ്റേഷനറി റാൻഡം പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് ഓർഡർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഏത് ടൈമിൽ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു സെയിം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഓർഡർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ കേസിൽ. ദെൻ നമുക്കറിയാം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓർഡർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആയതുകൊണ്ട് നമ്മുടെ ഈ ഫസ്റ്റ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഈ മീൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ മ്യൂ എക്സ് ഓഫ് ടി എന്നുള്ളത് നമുക്ക് മ്യൂ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏത് ടൈമിൽ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് സെയിം മീൻ വാല്യൂ തന്നെയായിരിക്കും വരുന്നത് ഒരു സ്ട്രിക്ട്ലി സ്റ്റേഷനറി പ്രോസസ്സിൻ്റെ കേസിൽ. ഓക്കെ, അതായത് ഏത് ടൈമിൽ നമ്മൾ റാൻഡം വേരിയബിൾ മെഷർ ചെയ്തെടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് സെയിം മീൻ വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ കേസ് നോക്കാം. The autocorrelation function of the process x of t is the expectation of the product of two random variables x of t1 and x of t2 obtained by observing the process x of t at times t1 and t2 respectively, and it is given by rx of t1 comma t2, and that is equal to expectation of
എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു. ഈ റിലേഷനും നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. കോറിലേഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 റാൻഡം വേരിയബിൾസ് വേണം. സോ നമ്മുടെ റാൻഡം പ്രോസസ്സിനെ 2 ഡിഫറെൻറ്റ് ടൈംസിൽ, അതായത് T1 ആൻഡ് T2 ടൈംസിൽ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ 2 ഡിഫറെൻറ്റ് റാൻഡം വേരിയബിൾസ് ആദ്യം ഒബ്റ്റെയിൻ ചെയ്യും. ആ റാൻഡം വേരിയബിൾസ് ആണ് ഈ എക്സ് ഓഫ് ടി വണ്ണും എക്സ് ഓഫ് ടി ടുവും. ദെൻ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു എന്ന് പറയുന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഈ റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ റാൻഡം വേരിയബിൾസ് നമുക്ക് ഒരു സിംഗിൾ റാൻഡം പ്രോസസ്സിൽ നിന്നാണ് കിട്ടുന്നത്. ആ ഒരു സിംഗിൾ റാൻഡം പ്രോസസ്സിനെ ഡിഫറെൻറ്റ് ടൈംസിൽ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 2 റാൻഡം വേരിയബിൾസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേസമയം 2 ഡിഫറെൻറ്റ് റാൻഡം പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന റാൻഡം വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ദെൻ ഇവിടെ ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ ദിസ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു +∞, ഇൻ്റഗ്രൽ -∞ ടു +∞, x1 x2 small f x of t1 x of t2 of x1 x2 dx1 dx2. Then here this small f x of t1 x of t2 of x1 x2 is the joint probability density function and it is called the second order probability density function of the random process x of t. Okay, so this small f x of t1 x of t2 of x1 x2 is the second order probability density function of the process. Then we know for a strictly stationary random process the second order probability distribution function depends only on the time separation between the observation times t1 and t2. ദെൻ നമുക്കറിയാം ഈ സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നിന്നാണ്. സോ നമ്മുടെ സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈ ടൈം സെപ്പറേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ നമ്മുടെ ഈ സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ഈ ടൈം സെപ്പറേഷൻ T2 - T1 മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഇൻ ദി കേസ് ഓഫ് എ സ്ട്രിക്ട്ലി സ്റ്റേഷനറി റാൻഡം പ്രോസസ്. സോ ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എ സ്ട്രിക്ട്ലി സ്റ്റേഷനറി റാൻഡം പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി time difference T2 minus T1. So we can write Rx of T1 T2 is equal to Rx of T2 minus T1 for all T1 and T2. And this one is also equal to Rx of tau, where tau is equal to T2 minus T1. നോർമലി നമ്മൾ ഈ ഒരു ടൈം ഡിഫറൻസ് T2 - T1 ഈ ടോ എന്ന് പറയുന്ന ആ ഒരു ടൈം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഓട്ടോ കോറിലേഷനെ ഈ Rx ഓഫ് ടോ വെച്ചിട്ടാണ് നോർമലി റെപ്രസെന്റ് ചെയ്യാറ്. ബിക്കോസ് ഇൻ ദി സ്ട്രിക്ട്ലി സ്റ്റേഷനറി പ്രോസസ് ദി സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ടൈം സെപ്പറേഷൻ ആൻഡ് ഹെൻസ് ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ടൈം സെപ്പറേഷൻ ടോ. ദെൻ ഇൻ ജനറൽ വി ക്യാൻ റെപ്രസെന്റ് Rx of tau is equal to expectation of x of t into x of t minus tau. ഈ ഒരു ജനറൽ റെപ്രസെൻറ്റേഷനിൽ നോർമലി നമ്മൾ ആ ഒരു ലാർജ് ടൈം ആദ്യം റെപ്രസെൻ്റ് ചെയ്യും, ദെൻ ആ ഒരു സ്മോൾ ടൈം രണ്ടാമത് റെപ്രസെൻ്റ് ചെയ്യും. ഇവിടെ ഈ ഒരു ടൈമിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ ടി മൈനസ് ടോ മൈനസ് ടി എന്ന് പറയുന്നത് മൈനസ് ടോയാണ്. സോ ആക്ച്വലി നമുക്ക് Rx ഓഫ് മൈനസ് ടോയാണ് വരുന്നത്. ദെൻ നമ്മൾ ഈ ഒരു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈവൻ ഫംഗ്ഷനാണ്. അതായത് Rx ഓഫ് ടോയും Rx ഓഫ് മൈനസ് ടോയും സെയിം തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ ഇവിടെ എക്സ് ഓഫ് ടീൻ്റെയും എക്സ് ഓഫ് ടി മൈനസ് ടോയിൻ്റെയും പ്രോഡക്റ്റാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഓർഡർ എങ്ങനെയായാലും പ്രശ്നമില്ല. നമുക്ക് ഇതിനെ എക്സ് ഓഫ് ടി മൈനസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് എഴുതിയാലും പ്രോബ്ലം ഇല്ല. ഈ ഓർഡർ എങ്ങനെ വന്നാലും പ്രശ്നമില്ല. ഈ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് ടോ വന്നാൽ മതി. അത് ഇപ്പോൾ പ്ലസ് ടോ ആയാലും മൈനസ് ടോ ആയാലും സെയിം തന്നെയാണ് വരുന്നത്. കാരണം എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നതും എക്സ് ഓഫ് ടി മൈനസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഓക്കെ, സോ ആ ടൈം ഡിഫറൻസ് നമുക്ക് ടോ ആയിട്ട് വന്നാൽ മതി. ആ ടൈം ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടോ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ Rx ഓഫ് ടോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഇതേപോലെ വേറെ ഒരു സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷനും കൂടി യൂസ് ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ടി പ്ലസ് ടോയും ഇവിടെ ടിയും വരുന്ന കേസ്. ആ ഒരു കേസിലും നമ്മുടെ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ടി പ്ലസ് ടോ മൈനസ് ടി വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ. ഓക്കെ, ദെൻ ആ എക്സ്പ്രഷനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ്
ടി പ്ലസ് ടോ ആയിട്ട് എഴുതാം. ആ ഓർഡർ എങ്ങനെ വന്നാലും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദി ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷൻ ഓഫ് എ സ്ട്രിക്ട്ലി സ്റ്റേഷനറി പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് ഗിവൺ ബൈ Cx of t1, t2 and that is equal to expectation of x of t1 minus mu x into x of t2 minus mu x. Okay, so auto covariance function നമ്മൾ ഈ Cx of t1, t2 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് and that is given by this equation. ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എടുത്തൊന്ന് റെഫർ ചെയ്തേക്കുക. ദെൻ നമ്മൾ ഈ ഒരു ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോ കോറിലേഷന്റെ കേസിൽ പറഞ്ഞതുപോലെ ഈ ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷനും ആ ടൈം സെപ്പറേഷൻ t2 മൈനസ് t1 മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ Cx ഓഫ് t1, t2 ഈസ് ഈക്വൽ ടു Cx ഓഫ് t2 മൈനസ് t1 ആൻഡ് വി ക്യാൻ റെപ്രസെന്റ് ദാറ്റ് വൺ ആസ് Cx ഓഫ് ടോ വെർ ടോ ഈസ് ഈക്വൽ ടു t2 മൈനസ് t1. ഓക്കെ, സോ കോവേരിയൻസും ഈ ഒരു ടൈം സെപ്പറേഷൻ t2 മൈനസ് t1 മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ t2 ആൻഡ് t1 വാല്യൂ ഏത് വേണമെങ്കിലും വരാം, ആ ടൈം സെപ്പറേഷൻ സെയിം ആയിട്ട് വരണം എന്നേ ഉള്ളൂ. ദെൻ ഇൻ ജനറൽ വി ക്യാൻ റെപ്രസെന്റ് ദി ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷൻ ആസ് Cx ഓഫ് ടോ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x ഓഫ് t മൈനസ് mu x ഇൻറ്റു x ഓഫ് t മൈനസ് ടോ മൈനസ് mu x. നമ്മൾ ഓട്ടോ കോറിലേഷന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് ടി മൈനസ് ടോയും നമുക്ക് യൂസ് ചെയ്യാം. ഈ ടൈം സെപ്പറേഷൻ എന്ന് പറയുന്നത് ടോ വന്നാൽ മതി. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടി പ്ലസ് ടോയും ഇവിടെ ടിയും യൂസ് ചെയ്യാം. ആ ഒരു കേസിലും നമുക്ക് ആ ടൈം സെപ്പറേഷൻ എന്ന് പറയുന്നത് ടോയാണ്. സോ നമുക്കതിനെ Cx ഓഫ് ടോ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. Next, we are going to consider the relation between mean, autocorrelation and autocovariance. And that relation is Cx of tau is equal to Rx of tau minus mu x square. ഈ Cx ഓഫ് ടോ ആണ് നമ്മുടെ ഓട്ടോ കോവേരിയൻസ്, Rx ഓഫ് ടോ ആണ് ഓട്ടോ കോറിലേഷൻ, mu x ആണ് മീൻ. ദെൻ ടോ എന്ന് പറയുന്നത് നമ്മുടെ ടൈം സെപ്പറേഷൻ t2 മൈനസ് t1 ആണ്. അതായത് നമ്മൾ എക്സ് ഓഫ് t1 ആൻഡ് എക്സ് ഓഫ് t2 എന്ന് പറയുന്ന ആ രണ്ട് റാൻഡം വേരിയബിൾസ് ഒബ്സർവ് ചെയ്ത ആ ടൈമിനിടയ്ക്ക് വരുന്ന ഡിഫറൻസ്. ഓക്കെ, സോ ടോയ്ക്ക് t2 മൈനസ് t1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സെയിം റിലേഷനെ തന്നെ Cx ഓഫ് t2 മൈനസ് t1 ഈക്വൽ ടു Rx ഓഫ് t2 മൈനസ് t1 മൈനസ് mu x സ്ക്വയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദെൻ നമുക്ക് ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ Cx ഓഫ് ടോയുടെ എക്സ്പ്രഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. വി നോ Cx ഓഫ് ടോ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി മൈനസ് mu x ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ടോ മൈനസ് mu x. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഈ രണ്ട് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. സോ ഹിയർ വി വിൽ ഗെറ്റ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ടോ, ദെൻ മൈനസ് എക്സ് ഓഫ് ടി ഇൻറ്റു mu x മൈനസ് mu x ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ടോ പ്ലസ് mu x സ്ക്വയർ. ഓക്കെ, അതിൻ്റെ എക്സ്പെക്ടേഷൻ. ദെൻ ഓരോ ടേമിനും എക്സ്പെക്ടേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ടോ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു mu x മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് mu x ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ടോ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് mu x സ്ക്വയർ. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ Rx ഓഫ് ടോ. സോ ഇതിന് പകരം നമുക്ക് Rx ഓഫ് ടോ ആയിട്ട് എഴുതാം. ദെൻ ഈ സെക്കൻഡ് ടൈം നോക്കുക, ഇവിടെ mu x എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ mu x നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ ഈ ടൈമിനെ നമുക്ക് mu x ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആയിട്ട് എഴുതാം. ദെൻ ഈ തേർഡ് ടൈം നോക്കുക, ഇവിടെയും mu x കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട് സൈഡ് എടുക്കുക. സോ ഇവിടെ നമുക്ക് മൈനസ് mu x ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടോ വരും. ദെൻ ഈ ലാസ്റ്റ് ടൈം നോക്കുക, ഇവിടെ mu x സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് mu x സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു mu x സ്ക്വയർ. ദെൻ ഈ എക്സ്പ്രഷനിൽ ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മീൻ അല്ലേ? ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് mu x ആണ്. സോ ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടിക്ക് mu x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താകും? mu x ഇൻറ്റു mu x, അതായത് mu x സ്ക്വയർ ആകും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് Rx ഓഫ് ടോ മൈനസ് mu x സ്ക്വയർ മൈനസ്, ദെൻ ഈ തേർഡ് ടേം നോക്കുക, ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടോ വന്നിട്ടുണ്ട്. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നതും മീനാണ് അല്ലേ? മീൻ എന്ന് പറയുന്നത്
ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടിയും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടോയും സെയിം തന്നെയാണ്. സോ ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നത് മ്യൂ എക്സ് ആണ്. സോ ഇവിടെയും നമുക്ക് മൈനസ് മ്യൂ എക്സ് സ്ക്വയർ വരും. ഓക്കെ, ദെൻ ലാസ്റ്റ് ടൈം ഈസ് പ്ലസ് മ്യൂ എക്സ് സ്ക്വയർ. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ആർ എക്സ് ഓഫ് ടോ മൈനസ് മ്യൂ എക്സ് സ്ക്വയർ വരും. സോ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു റിലേഷൻ. സി എക്സ് ഓഫ് ടോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എക്സ് ഓഫ് ടോ മൈനസ് മ്യൂ എക്സ് സ്ക്വയർ. സോ നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനും മീനും അറിയാമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് തേർഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. Then the two important points that we need to consider here are, first one, the mean and autocorrelation function only provide a partial description of the distribution of a random process x of t. ഓക്കെ, അതായത് ഒരു പാർഷ്യൽ ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഈ മീനും ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. Then the second point is the conditions of equation 7 and 9 involving the mean and autocorrelation function respectively are not sufficient to guarantee that the random process x of t is strictly stationary. Okay, നമ്മുടെ ഇക്വേഷൻ 7 എന്തായിരുന്നു? നമ്മുടെ മ്യൂ എക്സ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആണെന്നുള്ളതാണ് നമ്മൾ ഇക്വേഷൻ 7 പറഞ്ഞത്. അതായത് മ്യൂ എക്സ് ഓഫ് ടി ഈക്വൽ ടു മ്യൂ എക്സ്. ദെൻ ഇക്വേഷൻ 9 നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആ ഒരു ടൈം ഡിഫറൻസ് T2 മൈനസ് T1 മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ എക്സാക്ട് ടൈം വാല്യൂസ് T1 ആൻഡ് T2 ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആ രണ്ട് കണ്ടീഷനും നമുക്ക് ഒരു സ്റ്റേഷനറി പ്രോസസ്സിൻ്റെ കേസിലാണ് വരുന്നത്. പക്ഷേ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും നമുക്ക് ഈ റാൻഡം പ്രോസസ്സിനെ സ്ട്രിക്ട്ലി സ്റ്റേഷനറി ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. അതായത് മീൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് ആ ടൈം ഡിഫറൻസ് T2 മൈനസ് T1 മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ റാൻഡം പ്രോസസ്സ് എക്സ് ഓഫ് ടി സ്ട്രിക്ട്ലി സ്റ്റേഷനറി അല്ല. പക്ഷേ ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ വൈഡ് സെൻസ് സ്റ്റേഷനറി അല്ലെങ്കിൽ വീക്ക്ലി സ്റ്റേഷനറി അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ സ്റ്റേഷനറി പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഈ മീനും ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനും ഒരു ഫുൾ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു പാർഷ്യൽ ഡിസ്ക്രിപ്ഷനാണ് നമ്മുടെ മീനും ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് രണ്ടും ആ ടൈം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ റാൻഡം പ്രോസസ്സ് സ്ട്രിക്ട്ലി സ്റ്റേഷനറി ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. സോ ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ റാൻഡം പ്രോസസ്സിനെ വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ് അല്ലെങ്കിൽ വീക്ക്ലി സ്റ്റേഷനറി പ്രോസസ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ സ്റ്റേഷനറി പ്രോസസ്സ് എന്നാണ് പറയുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ് എന്നുള്ള ടൈമാണ്, അല്ലെങ്കിൽ WSS പ്രോസസ്സ് എന്ന് നമ്മൾ പറയും. ദെൻ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോസസ്സുകളും ഈ വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ് ആയിരിക്കും. അതായത് അതിൻ്റെ മീൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആയിരിക്കും. ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് ആ ടൈം ഡിഫറൻസ് T2 മൈനസ് T1 മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ RX ഓഫ് ടോയുടെ ഈ എക്സ്പ്രഷൻസ് കൺസിഡർ ചെയ്യുക. വി നോ RX ഓഫ് ടോ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു x of t, and this one is also equal to expectation of x of t into x of t minus tau. Then നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് the autocorrelation function Rx of tau is an even function of tau. അതായത് Rx of tau is equal to Rx of minus tau. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ RX ഓഫ് ടോയുടെ എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി വരും. ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓർഡർ എങ്ങനെയായാലും നമുക്ക് പ്രശ്നമില്ല. സോ നമുക്ക് ഇതിനെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ഈ കേസിൽ നമ്മൾ ഈ സെക്കൻഡ് വൺ മൈനസ് ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്യുമ്പോൾ ആ ടൈം ഡിഫറൻസ് വരുന്നത് ടി മൈനസ് ടോ ആണ്. അതായത് മൈനസ് ടോ വരും. അതായത് RX ഓഫ് മൈനസ് ടോ കിട്ടും. ദെൻ ഈ സെക്കൻഡ് എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് വൺ മൈനസ് ഫസ്റ്റ് വൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ടി പ്ലസ് ടോ മൈനസ് ടി ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ വരും. സോ നമുക്കിതിനെ RX ഓഫ് ടോ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് വി നോ ദീസ് ടു കേസസ് ആർ സെയിം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. സോ ഇതിന്റെ ഓർഡർ എങ്ങനെ വന്നാലും പ്രശ്നമില്ല. സോ ഈ രണ്ട് കേസുകളും സെയിം ആണ്. സോ RX ഓഫ് ടോയും RX ഓഫ് മൈനസ് ടോയും സെയിം തന്നെയാണ്. So this Rx of tau or autocorrelation function is an even function of tau. Then നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യാം. The second property says that the mean square value of the process may be obtained from Rx of tau
tau simply by putting tau equal to 0 in our equation Rx of tau equal to expectation of x of t plus tau into x of t, or the mean square value of a wide sense stationary process equals the autocorrelation function of the process for 0 time lag. അതായത് Rx of 0 is equal to expectation of x of t square. ഓക്കെ, അതായത് നമുക്ക് മീൻ സ്ക്വയർ വാല്യൂ കിട്ടാനായിട്ട് നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനിൽ ടോ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനിൽ ടോ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമുക്ക് മീൻ സ്ക്വയർ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സോ Rx of 0 ആണ് നമ്മളുടെ മീൻ സ്ക്വയർ വാല്യൂ. അത് ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. We have Rx of tau is equal to expectation of x of t plus tau into x of t. ഇതിൽ ടോ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ ടോ ഈക്വൽ ടു 0 വന്നു. സോ ഈ എക്സ് ഓഫ് ടി പ്ലസ് ടോ എന്നുള്ളത് എക്സ് ഓഫ് ടി ആയി. സോ വി ഹാവ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി വരും. ഓക്കെ, ആൻഡ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എക്സ് ഓഫ് ടി സ്ക്വയർ ആയിട്ട് എഴുതാം. സോ ആർ എക്സ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി സ്ക്വയർ, ആൻഡ് വി നോ ദിസ് വൺ ഈസ് ദി മീൻ സ്ക്വയർ വാല്യൂ. സോ ടോ 0 ആകുമ്പോൾ നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനിലെ ടോ 0 ആകുമ്പോൾ നമുക്ക് മീൻ സ്ക്വയർ വാല്യൂ കിട്ടും. ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യാം. അക്കോർഡിംഗ് ടു ദി തേർഡ് പ്രോപ്പർട്ടി, the autocorrelation function of a wide sense stationary process has its maximum magnitude at 0 time lag. അതായത് മോഡ് Rx of tau is less than or equal to Rx of 0. ഓക്കെ, നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ വരുന്നത് ആ ഒരു 0 ടൈം ലാഗിലാണ്. അതായത് Rx of 0 ആണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ പ്ലസ് ഓർ മൈനസ് എക്സ് ഓഫ് ടി ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ടേം ആണ് വന്നിരിക്കുന്നത്. ഈ സ്ക്വയർ ടേം ആയതുകൊണ്ട് തന്നെ ഇത് നോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ പ്ലസ് ഓർ മൈനസ് എക്സ് ഓഫ് ടി ഓൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ ഈ ടേമിനെ എക്സ്പാൻഡ് ചെയ്യുക. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് വരുന്നത്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് വരുന്നത്. സോ ആ 2ab ടേമിലാണ് ആ പ്ലസ് ഓർ മൈനസ് സൈൻ വരുന്നത്. ബാക്കി രണ്ട് ടേമുകളും പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എക്സ് ഓഫ് ടി പ്ലസ് ടോ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി സ്ക്വയർ. സോ നമ്മൾ ആ ബ്രാക്കറ്റ് മാറ്റി ആ ടേമിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി സ്ക്വയർ, ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Then taking the individual expectations, we can write expectation of x of t plus tau square plus or minus 2 into expectation of x of t plus tau into x of t plus expectation of x of t square, it is greater than or equal to 0. Then എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ സ്ക്വയർ എന്താണ്? ഇത് നമ്മുടെ മീൻ സ്ക്വയർ വാല്യൂ ആണ് അല്ലേ? എക്സ് ഓഫ് ടി സ്ക്വയർ ആയാലും എക്സ് ഓഫ് ടി പ്ലസ് ടോ സ്ക്വയർ ആയാലും സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ സ്ക്വയറിനെ നമുക്ക് Rx of 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദെൻ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി വന്നിട്ടുണ്ട്. അതെന്താണ്? അത് നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ്. സോ ഇതിന് പകരം നമുക്ക് Rx ഓഫ് ടോ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി സ്ക്വയർ വന്നിട്ടുണ്ട്. ആൻഡ് വി നോ ദിസ് ഈസ് മീൻ സ്ക്വയർ വാല്യൂ ആൻഡ് ദാറ്റ് ഈസ് Rx ഓഫ് 0. സോ ഈ ഒരു ഇക്വേഷനെ നമുക്ക് Rx ഓഫ് 0 പ്ലസ് ഓർ മൈനസ് 2 Rx of tau plus Rx of 0 greater than or equal to 0 എന്ന രീതിയിൽ മാറ്റി എഴുതാം. ദെൻ ഇവിടെ രണ്ട് Rx of 0 വന്നിട്ടുണ്ട്. സോ ഹിയർ വി ഹാവ് 2 Rx of 0 പ്ലസ് ഓർ മൈനസ് 2 Rx of tau greater than or equal to 0. ദെൻ ഇതിലെ 2 ക്യാൻസൽ ചെയ്യാം. സോ Rx of 0 greater than or equal to മൈനസ് പ്ലസ് Rx of tau ആയിട്ട് നമുക്ക് എഴുതാം. ഈ 2 ക്യാൻസൽ ചെയ്തു. ഈ Rx of tau നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ദെൻ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് Rx of 0 ഈസ് greater than or equal to mod Rx of tau.
ദെൻ ഇതിനെ നമുക്ക് മോഡ് ആർ എക്സ് ഓഫ് ടോ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എക്സ് ഓഫ് 0 ആയിട്ട് എഴുതാം. സോ ഇതാണ് തേർഡ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ആർ എക്സ് ഓഫ് 0 ആണ് മാക്സിമം വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു നോൺ നെഗറ്റീവ് ടേമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഒരു ടേം ഓർത്തിരിക്കുക. ദെൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഓരോ ടേമിനും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എക്സ്പെക്ടേഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഈ ഓരോ ടേമും ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഡിനോട്ട് ചെയ്യുക. ദെൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു റിലേഷൻ കിട്ടും. ദെൻ നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ 2 റാൻഡം പ്രോസസ്സിൻ്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞതുപോലെ ഈ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് ആ ടോ ഈക്വൽ ടു 0 പോയിന്റിലാണ്. ഓക്കെ, അതായത് ആർ എക്സ് ഓഫ് 0 നമുക്ക് മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത്. ദെൻ നമ്മുടെ റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സ്ലോലി ഫ്ലക്ച്വേറ്റിംഗ് റാൻഡം പ്രോസസ്സ് ആണെങ്കിൽ നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഒരു സ്ലോലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അതേസമയം നമ്മുടെ റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു റാപ്പിഡ്ലി ഫ്ലക്ച്വേറ്റിംഗ് റാൻഡം പ്രോസസ്സ് ആണെങ്കിൽ നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഫാസ്റ്റ് ആയിട്ട് ഡിക്രീസ് ചെയ്യും. സോ ഈ ഒരു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ പ്ലോട്ടിൽ നിന്ന് നമുക്ക് ആ ഒരു റാൻഡം പ്രോസസ്സിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും. റാൻഡം പ്രോസസ്സ് സ്ലോലി ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ നമ്മുടെ ഓട്ടോ കോറിലേഷനും ആ ഒരു സ്ലോലി വേരിയിങ് ആയിരിക്കും. അതേസമയം നമ്മുടെ റാൻഡം പ്രോസസ്സ് ഒരു റാപ്പിഡ്ലി ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഒരു റാപ്പിഡ്ലി വേരിയിങ് ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 ഡിഫറെൻറ്റ് റാൻഡം പ്രോസസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റാൻഡം വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺസിഡർ 2 റാൻഡം പ്രോസസ്സസ് എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി with auto correlation functions rx of t comma u and ry of t comma u, where this t and u denote 2 values of time at which the process are observed. Then the 2 cross correlation functions of x of t and y of t are defined by rxy of t comma u is equal to expectation of x of t into y of u and ryx of t comma u is equal to expectation of y of t into x of u, where the t and u denote 2 values of time at which the process are observed. Then in this case the correlation properties of the 2 random process x of t and y of t may be displayed conveniently in matrix form as r of t comma u is equal to this matrix rx t comma u, rxy t comma u, ryx t comma u, ry t comma u, and this matrix is called the correlation matrix of the random process x of t and y of t. Then if the random process x of t and y of t are each stationary and in addition they are jointly stationary, then the correlation matrix can be written as matrix rx of tau, rxy of tau, ryx of tau, ry of tau, where tau is equal to t minus u. ഓക്കെ, സോ ഈ റാൻഡം പ്രോസസ്സുകൾ സ്റ്റേഷനറി ആണെങ്കിൽ ജോയിൻ്റ്ലി സ്റ്റേഷനറിയും അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ റാൻഡം പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതും സ്റ്റേഷനറി ആണെങ്കിൽ നമ്മുടെ കോറിലേഷൻ ഫംഗ്ഷൻസ് ആ ടൈം ഡിഫറൻസിനെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ടൈം ഡിഫറൻസ് ടി മൈനസ് യു അല്ലെങ്കിൽ ടോയുടെ ടേംസിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ the cross correlation function is not generally an even function of tau as was true the autocorrelation function, nor does it have a maximum at the origin. However, it obey rxy of tau is equal to ryx of minus tau. ഓക്കെ, സോ ഒരു ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ കേസിൽ പറഞ്ഞതുപോലെ അത് ഈവൻ ഫംഗ്ഷൻ അല്ല. ഓക്കെ, അതായത് ആർ എക്സ് വൈ ഓഫ് ടോയും ആർ എക്സ് വൈ ഓഫ് മൈനസ് ടോയും സെയിം അല്ല. കാരണം നമ്മൾ അതിന്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആർ എക്സ് വൈ ഓഫ് ടി കോമ യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് യു ആണ്. ഇവിടെ ഈ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ആർ വൈ എക്സ് ഓഫ് ടി കോമ യു എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് യു ആണ്. നമുക്ക് ഇതിനെ വൈ ഓഫ് യു ഇൻറ്റു എക്സ് ഓഫ് ടി ആയിട്ട് എഴുതാനായിട്ട് പറ്റില്ല. അതുപോലെ ഇവിടെയും നമുക്ക് എക്സ് ഓഫ് യു ഇൻറ്റു വൈ ഓഫ് യു ആയിട്ട് എഴുതാനായിട്ട് പറ്റില്ല. ആർ എക്സ് വൈ ഓഫ് ടി കോമ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് യു ആണ്. ആർ വൈ എക്സ് ഓഫ് ടി കോമ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് യു ആണ്. ഓക്കെ, സോ ഈ ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ അല്ല. പക്ഷെ ഇവിടെ നമുക്ക് ആർ എക്സ് വൈ ഓഫ് ടോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ വൈ എക്സ് ഓഫ് മൈനസ് ടോ ആയിരിക്കും. ഓക്കെ, കാരണം ആർ എക്സ് വൈ ഓഫ് ടോ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ്
എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് യു ആണ്. ആൻഡ് ആർ വൈ എക്സ് ഓഫ് മൈനസ് ടോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഓഫ് യു ഇൻറ്റു എക്സ് ഓഫ് ടി ആണ്. സോ അത് രണ്ടും സെയിം ആയിട്ട് വരും. സോ ആർ എക്സ് വൈ ഓഫ് ടോ ഈസ് ഈക്വൽ ടു ആർ വൈ എക്സ് ഓഫ് മൈനസ് ടോ. അതേസമയം ഈ ആർ വൈ എക്സ് ഓഫ് മൈനസ് ടോ ഈസ് നോട്ട് ഈക്വൽ ടു ആർ വൈ എക്സ് ഓഫ് ടോ. ഓക്കെ.